നമസ്കാരം. പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യവും ഇന്ത്യയിലെ ഇന്ധനക്ഷാമവും, അതായത് വ്യാജമായി സൃഷ്ടിക്കപ്പെട്ട ഇന്ധനക്ഷാമവും സംബന്ധിച്ച് നിരവധി വ്യാജ പ്രചരണങ്ങളുമായി നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഭാരതത്തിലുടനീളം സഞ്ചരിച്ച് നരേന്ദ്രമോദി സർക്കാരിനെ ഇകഴ്ത്തുവാൻ ശ്രമിക്കുന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ പലതരത്തിൽ BJPയുടെ ഭാഗത്ത് നിന്ന് രാഹുൽ ഗാന്ധിയുടെ ഇത്തരം ശ്രമങ്ങൾക്ക് നേരെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. പക്ഷേ ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, കോൺഗ്രസിൽ നിന്ന് തന്നെ രാഹുൽ ഗാന്ധിയുടെ ഈ നയങ്ങൾക്കെതിരെ, ഇത്തരം നടപടികൾക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങളും അല്ലെങ്കിൽ എതിരഭിപ്രായങ്ങളും. പ്രത്യക്ഷത്തിൽ രാഹുൽ ഗാന്ധി ചെയ്യുന്നത് തെറ്റാണെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരും ഇതുവരെ പരസ്യമായി പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, മുൻ കേന്ദ്രമന്ത്രി ആനന്ദ് ശർമ്മ ഈ കഴിഞ്ഞ ദിവസം എക്സിൽ, അതായത് മുൻപ് ട്വിറ്റർ ആയിരുന്ന എക്സിൽ കുറിച്ചൊരു ചെറിയ പോസ്റ്റുണ്ട്. അതായത് പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യത്തെ സംബന്ധിച്ചും ഭാരതത്തിലെ ഇന്ധന വിതരണത്തെ സംബന്ധിച്ചും നരേന്ദ്രമോദി സർക്കാർ, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ പക്വവും കാര്യക്ഷമവുമായിട്ടുള്ള നടപടികളാണ് കൈക്കൊള്ളുന്നത്. മോദിയുടെ നയതന്ത്രം വളരെ പക്വമായതും വളരെ കാര്യശേഷിയുള്ളതുമാണെന്നാണ് അദ്ദേഹം എക്സിൽ കുറിച്ചത്. ഞാനതൊരു പാരഫ്രൈസ് ചെയ്ത് പറയുകയാണ്, അതായത് രത്ന ചുരുക്കം പറയുകയാണ്, അതിൻ്റെ കൃത്യമായ വാക്കുകൾ അതല്ല. അതിൻ്റെ ഒരു മറുവശം, നരേന്ദ്രമോദിയുടെ നയങ്ങൾക്ക് പക്വതയും കാര്യശേഷിയും ഉണ്ട് എന്ന് പറയുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾക്ക് അവയില്ല എന്നുള്ളൊരു ധ്വനിയും കൂടി അതിലുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ ആനന്ദ് ശർമ്മ തുടങ്ങിയ വ്യക്തിത്വങ്ങൾ, ഒരു ഉദാഹരണം മേലോട്ടമായി പറഞ്ഞു കഴിഞ്ഞാൽ, രാഹുൽ ഗാന്ധിയുടെ പ്രായത്തെക്കാൾ ഒരുപക്ഷെ കൂടുതൽ കോൺഗ്രസിൽ പ്രവർത്തന പരിചയമുള്ളവരായിരിക്കണം ആനന്ദ് ശർമ്മ, അല്ലെങ്കിൽ ഇതേ അഭിപ്രായം വെച്ച് പുലർത്തുന്ന കമൽനാഥിനെ പോലുള്ളവരെങ്കിലും രാഹുൽ ഗാന്ധിയുടെ പ്രായത്തെക്കാൾ അധികം കോൺഗ്രസിൽ പ്രവർത്തന പരിചയമുള്ളവരായിരിക്കണം. അവരിലേക്ക് വരാം. ആനന്ദ് ശർമ്മയാണ് ഏറ്റവും പുതിയതായി രാഹുൽ ഗാന്ധിയുടെ ഇത്തരം വ്യാജ പ്രചരണങ്ങൾക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്ന, നരേന്ദ്രമോദി സർക്കാരിനെ അനുമോദിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്ന കോൺഗ്രസ് നേതാവ്. മുൻപ് മനീഷ് തിവാരി ആണെങ്കിലും ശശി തരൂരാണെങ്കിലും ശശി തരൂർ ആദ്യഘട്ടത്തിൽ, അതായത് ഇറാന് മേൽ ഇസ്രായേലും അമേരിക്കയും സംയുക്തമായ ആക്രമണം തുടങ്ങിയപ്പോൾ ഭാരതം സ്വീകരിച്ച ചില നയങ്ങളെ ശശി തരൂർ വിമർശിച്ചിരുന്നുവെങ്കിലും ഈ ഇന്ധന വിതരണം ഭാരതത്തിൽ, പ്രത്യേകിച്ച് LPGയുടെ വിതരണം ഭാരതത്തിൽ നരേന്ദ്രമോദി സർക്കാർ കൈകാര്യം ചെയ്ത രീതി, അതും ഇന്ധന ലഭ്യത ഉറപ്പാക്കുവാൻ വേണ്ടി ഇറാനുമായും ഗൾഫ് രാജ്യങ്ങളുമായും ഒരേപോലുള്ള നയതന്ത്ര ബന്ധം പുലർത്തി, ഒരേ തരത്തിൽ സൗഹൃദം സൂക്ഷിച്ച്, ഒരേ തരത്തിലുള്ള സൗഹൃദം എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് UAE സൗഹൃദത്തിൻ്റെ ഊഷ്മളത ഇറാനുമായും ഉണ്ട് എന്നല്ല, പക്ഷേ സൗഹൃദം നിലനിർത്തിക്കൊണ്ട് തന്നെ ഹോർമൂസ് കടലിടുക്കിൽ ഭാരതത്തിലേക്കുള്ള കപ്പലുകൾക്ക് യാതൊരുവിധ തടസ്സവും ഇറാൻ സൃഷ്ടിക്കാത്തൊരു സാഹചര്യം ഒരുക്കുകയും അതോടൊപ്പം തന്നെ UAEയോടൊപ്പം ഇറാൻ്റെ ആക്രമണങ്ങളെ അപലപിച്ചുകൊണ്ട് തന്നെ നിലകൊള്ളുകയും ചെയ്യുന്നൊരു നയതന്ത്രം നരേന്ദ്രമോദി മുന്നോട്ട് വെച്ചു. ആ നയതന്ത്രത്തെ ഒടുവിൽ ശശി തരൂരിനും പുകഴ്ത്തേണ്ടി വന്നു. മനീഷ് തിവാരി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഈ നയതന്ത്രമാണ് കൃത്യമായ മാർഗം, മുന്നോട്ട് പോകുവാനുള്ള ഭാരതത്തിൻ്റെ ഏക മാർഗം എന്നുള്ള തരത്തിൽ മനീഷ് തിവാരിയും പ്രതികരിച്ചിരുന്നു. ഇപ്പോൾ ആനന്ദ് ശർമ്മയെ പോലുള്ളവർ പറഞ്ഞിരിക്കുന്നത് ഒരു പൊളിറ്റിക്കൽ മൈൻഡ് ഫീൽഡ്, അതല്ലെങ്കിൽ ഒരു ഡിപ്ലോമാറ്റിക് മൈൻഡ് ഫീൽഡ് കൃത്യതയോടും കാര്യക്ഷമതയോടും കൂടി മോദി കടന്നുപോയിരിക്കുന്നു. അതായത് കാലെവിടെ വെച്ചാലും സ്ഫോടനമുണ്ടാകാവുന്ന തരത്തിൽ മുൻപിൽ വിരിഞ്ഞു കിടന്നിരുന്ന ഒരു നയതന്ത്ര ഭൂമിയെ വളരെ കാര്യക്ഷമമായി, ക്രിയാത്മകമായി, പക്വതയോടും കൃത്യതയോടും കൂടി തന്നെ മോദി സർക്കാർ കടന്നുപോയിരിക്കുന്നു. ഭാരതത്തെ നയിച്ചുകൊണ്ട് കടന്നുപോയിരിക്കുന്നു. ഭാരതത്തിൻ്റെ ഇന്ധനക്ഷാമം എന്നുള്ളൊരു വ്യാജ പ്രചരണത്തെ പൂർണ്ണമായി പൊളിച്ചുകൊണ്ട് തന്നെ ഭാരതത്തിൽ ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരമാവധി കുറച്ച്, അതായത് നോട്ട് നിരോധന കാലത്ത് പറഞ്ഞിരുന്ന വ്യാജ പ്രചരണങ്ങളുണ്ടല്ലോ, അപ്പുറത്തെ അന്തർമാനിക്ക നോട്ട് മാറിയിട്ട് വരുന്ന വഴി, 400-500 നോട്ട് മാറിയിട്ട് വരുന്ന വഴി പാണ്ടിലോറി ഇടിച്ച് മരിച്ചുപോയി തുടങ്ങിയ വ്യാജ പ്രചരണങ്ങളില്ല. അത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ ഇപ്പോഴും പലയിടത്തും നടന്നിരുന്നു. നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ ഒരു വ്യക്തി, ഇന്ധനക്ഷാമം രൂക്ഷമാണ്, എന്തെങ്കിലും ചെയ്യുവാൻ മാർഗമുണ്ടോ, ഇന്ധനത്തിന് വില കൂടുതലാണ്, കൊള്ളവില ഈടാക്കുന്നു എന്നൊരു പരാതി പോലെ പറഞ്ഞപ്പോൾ കൃത്യമായി പോലീസ് തങ്ങളെ ബന്ധപ്പെടും, കൃത്യമായ വിവരങ്ങൾ നൽകുക, അന്വേഷണം ഉണ്ടാകും, നടപടിയെടുക്കും എന്നുള്ളൊരു ഉറപ്പ് സുരേഷ് ഗോപി നൽകിയ ശേഷം ആ കമൻറ്റ് തന്നെ അപ്രത്യക്ഷമായി. ഈ ഒരു സംഭവം ഒരു ഉദാഹരണമാണ് ഈ വ്യാജ പ്രചരണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. പുറത്തിറങ്ങിയാൽ 2 ഇഡ്ഡലി കഴിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ചായ കുടിക്കാൻ സാധിക്കുന്നില്ല,
കൃഷ്ണൻകുട്ടിച്ചേട്ടൻ്റെ കടയിൽ നിന്ന് ദിവസവും ഒരു ചായ കുടിച്ചില്ലെങ്കിൽ എൻ്റെ ഒരു ദിവസം ശരിയാകില്ല തുടങ്ങിയ പരാതികൾ ഒരു വശത്ത് ഉയർത്തിക്കൊണ്ട് വന്നിരുന്നു. അതിൻ്റെ ഒരു കൂടിയ വേർഷനാണ് രാഹുൽ ഗാന്ധിയുടെ ഇത്തരത്തിലുള്ളൊരു വ്യാജ പ്രചരണം. അത് ഭാരതം മുഴുവൻ അത്തരത്തിലുള്ളൊരു പ്രചരണം നടത്തി കുഴപ്പങ്ങൾ സൃഷ്ടിക്കുവാൻ രാഹുൽ ഗാന്ധി ക്രിയാത്മകമായി തന്നെ ശ്രമിച്ചിരുന്നു, വളരെ സജീവമായി. അതിൻ്റെ ഒരു പകുതി കാര്യക്ഷമത അദ്ദേഹം തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ കാണിച്ചിരുന്നെങ്കിൽ കോൺഗ്രസിന് ഇപ്പോൾ ലഭിച്ചതിൻ്റെ ഒരു നിന്നും ഒരു 10 സീറ്റെങ്കിലും കൂടുതൽ ലോക്സഭയിലും കോൺഗ്രസിന് കൈവിട്ട് പോയ സംസ്ഥാനങ്ങളിൽ ഒരു 2 എണ്ണമെങ്കിലും ഇപ്പോൾ കോൺഗ്രസിൻ്റെ പക്ഷത്ത് നിലനിന്നേനെ. പക്ഷേ ആ ഒരു കാര്യക്ഷമത അദ്ദേഹം സ്വന്തം രാഷ്ട്രീയ കക്ഷിയുടെ കാര്യത്തിൽ കാണിക്കുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ യജമാനന്മാർക്ക് വേണ്ടി എന്ന് സംശയിക്കാവുന്ന തരത്തിൽ തന്നെ ഭാരതത്തിനെതിരെയുള്ള പ്രചരണങ്ങളിൽ അദ്ദേഹം യാതൊരു മടിയും അല്ലെങ്കിൽ ഒരു പിന്നോട്ട് മാറുന്ന സ്വഭാവമോ കാണിക്കുന്നില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവമായി തന്നെ ഇപ്പോൾ ഭാരതീയർ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിനേക്കാൾ എനിക്ക് വളരെ കൗതുകകരമായിട്ട് തോന്നിയത് പ്രബുദ്ധ മലയാളി, ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന പ്രബുദ്ധ മലയാളികൾ സത്യസന്ധമായി യാഥാർത്ഥ്യം പരിശോധിച്ചാൽ ഏറ്റവും അവസാനം പ്രബുദ്ധരാകുന്ന ഒരു ജനതയാണ്, അല്ലെങ്കിൽ ഒരു സമൂഹമാണ്. അവർ പോലും തിരിച്ചറിഞ്ഞ് തുടങ്ങിയിരിക്കുന്നു രാഹുൽ ഗാന്ധിയുടെ യാഥാർത്ഥ്യം എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് കാണുവാൻ കഴിയുന്ന നേർക്കാഴ്ച. ഏറ്റവും വലിയ ഉദാഹരണം, ഈ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പങ്കെടുത്ത ഒരു തിരഞ്ഞെടുപ്പ് യോഗത്തിൽ രാഹുൽ ഗാന്ധി എത്തിയതിനു ശേഷവും നിരവധി കസേരകൾ ഒഴിഞ്ഞു കിടക്കുന്ന ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നുണ്ട്. അത് വ്യാജമായ ദൃശ്യങ്ങളല്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം രാഹുൽ ഗാന്ധിയുടെ പ്രസംഗവും ഉൾപ്പെടെ ഈ വീഡിയോയുടെ ഒരു കട്ടോ അല്ലെങ്കിൽ എഡിറ്റോ ഒന്നുമില്ലാതെയുള്ള ഒരു മൊബൈലിൽ ചിത്രീകരിച്ചൊരു വീഡിയോയാണ്, അല്ലെങ്കിൽ പല വീഡിയോകളാണ് ഇത്തരത്തിൽ പ്രചരിക്കുന്നത്. പക്ഷേ അതൊക്കെയാണെങ്കിലും രാഹുൽ ഗാന്ധിയുടെ ആത്മവിശ്വാസത്തിനൊരു കുറവുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമ്മേളനം നടക്കുന്ന മൈതാനത്തുള്ളതിൻ്റെ ഒരു 10 ഇരട്ടി ആളുകൾ വേദിയിൽ രാഹുൽ ഗാന്ധിയോടൊപ്പം ഫോട്ടോ എടുക്കാനും സെൽഫി എടുക്കാനും ഒന്നും തള്ളും നടത്തി അടിയുണ്ടാക്കുന്ന മറ്റൊരു വീഡിയോയും പ്രചരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ ആളുണ്ട്, ഉള്ളത് നേതാക്കളാണെന്ന് മനസ്സിലാക്കാനുള്ളൊരു സാമാന്യ ബോധം അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളൊരു ആരോപണം അദ്ദേഹത്തിൻ്റെ എതിരാളികൾ മാത്രമല്ല സഹയാത്രികർ പോലും പരസ്യമായും രഹസ്യമായും പലപ്പോഴും ഉന്നയിച്ചിട്ടുള്ളതാണ്. എന്തിനു പറയുന്നു, ഈ കേരളത്തിലെ ഒരു പ്രമുഖ കോൺഗ്രസ് നേതാവ് മുഖ്യമന്ത്രി പദമൊഴികെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വഹിക്കാവുന്ന എല്ലാ പദവികളും, കോൺഗ്രസ് പാർട്ടിക്കുള്ളിലാണെങ്കിലും അല്ലെങ്കിൽ അധികാരത്തിൻ്റെ ഇടനാഴികളിലാണെങ്കിലും വഹിക്കാവുന്ന എല്ലാ പദവികളും വഹിച്ചിട്ടുള്ള ഒരു കോൺഗ്രസ് നേതാവ്, മുതിർന്ന കോൺഗ്രസ് നേതാവെന്ന് തന്നെ അദ്ദേഹത്തെ ഇപ്പോൾ വിളിക്കാം. പണ്ട് യുവതുർക്കിയായിരുന്നു അദ്ദേഹം. ഒരു സ്വകാര്യ സംഭാഷണത്തിൽ, ഞാനവിടെ സന്നിഹിതനായിരുന്നോ എന്നുള്ളൊരു ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല, എന്നാലും ഒരു സ്വകാര്യ സംഭാഷണത്തിനിടയിൽ സംഭവം ഒന്ന് ചുരുക്കി പറയാം. TV-യിൽ രാഹുൽ ഗാന്ധിയുടെ ലോക്സഭയിലെ പ്രസംഗമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏത് വിഷയം സംബന്ധിച്ചാണെന്നും ഞാൻ പറയുന്നില്ല, കാരണം കൃത്യമായിട്ട് അത്രയുള്ള തീയതികളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കും വിഷമമാവും, അതുകൊണ്ട് പറയുന്നില്ല. ഒരു സംഭാഷണം നടന്ന ഒരു പകുതിയായപ്പോൾ ഇദ്ദേഹം റിമോട്ട് എടുത്ത്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്, റിമോട്ട് എടുത്ത് TV ഓഫ് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ ബന്ധുവിനോട് തിരിഞ്ഞ്, ഞാനവിടെ ഇരിക്കുന്നുണ്ടെന്നുള്ള കാര്യം പോലും മറന്ന് അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം, എന്ത് വിവരക്കേടാണ് ഈ ചെറുക്കൻ പറയുന്നത്? ഇത് വെർബാറ്റമാണ്. അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ ഒരു കൂട്ടിച്ചേർക്കലും നടത്താതെ, ഒരു വെള്ളം ചേർക്കലും നടത്താതെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിക്കുന്നത്. വെർബാറ്റമായിട്ടാണ് പറയുന്നത്. എന്ത് വിവരക്കേടാണ് ഈ ചെറുക്കൻ പറയുന്നത്? ഇതൊക്കെ എങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ പോയിട്ട് ന്യായീകരിക്കും? ഇവിടെ ഒരു ചെറിയ തിരുത്തുണ്ട്. കാരണം ജനങ്ങളുടെ എന്നല്ല, അദ്ദേഹം പറഞ്ഞ യഥാർത്ഥ വാക്കുകൾ നാട്ടുകാരുടെ മുമ്പിൽ പോയി എങ്ങനെ ന്യായീകരിച്ച് പറയും? ഇത്തരത്തിലുള്ളൊരു ചിന്താ രീതി കോൺഗ്രസ്സിലെ മുതിർന്ന നേതാക്കൾക്ക്, കേരളത്തിൽ കോൺഗ്രസ്സിലെ മുതിർന്ന നേതാക്കളുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് ഇപ്പോഴും അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയെ കാണുമ്പോൾ രാഹുൽജി എന്ന് താണു വണങ്ങി നിൽക്കുവാനേ അവർക്ക് സാധിക്കുകയുള്ളൂ. പക്ഷേ അതിൽ പോലും ഒരു മാറ്റം കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, തെക്കൻ ഭാഗത്തേക്ക് പ്രത്യേകിച്ച് കെ മുരളീധരനെ പോലെ രാഷ്ട്രീയ പരിചയമുള്ള, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ആശയങ്ങളോടുള്ള അനുകൂല മനോഭാവമല്ല ഞാൻ പ്രകടിപ്പിക്കുന്നത്, രാഷ്ട്രീയത്തിൽ പരിചിതരായിട്ടുള്ള കെ മുരളീധരനെ പോലെയുള്ളവർ അവരുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി രാഹുൽ ഗാന്ധിയേക്കാൾ കൂടുതൽ മുൻഗണന നൽകുന്നത്, കൊണ്ടുവരുവാനായി, അതായത് ദേശീയ നേതാക്കളെ കാര്യം വരുമ്പോൾ മുൻഗണന നൽകുന്നത് പ്രിയങ്ക ഗാന്ധിക്കാണ്. രാഹുൽ ഗാന്ധിയേക്കാൾ പക്വമതിയാണ് പ്രിയങ്ക ഗാന്ധി എന്നല്ല ഞാൻ പറയുന്നത്. തൽക്കാലം പ്രിയങ്ക ഗാന്ധിയുടെ ഒരു പ്രതിച്ഛായ രാഹുൽ ഗാന്ധിയുടേതിനേക്കാൾ ഒരല്പം ഭേദപ്പെട്ട നിലയിൽ ജനങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ ജനങ്ങളുടെ കണ്ണിൽ നിലകൊള്ളുന്നു എന്നുള്ളത് മാത്രമാണ് അതിന് കാര്യം. ആരെങ്കിലും ഒരാൾ
ദേശീയ നേതാവ് വേണമല്ലോ. ദേശീയ നേതാവ് എന്ന് പറഞ്ഞ് കോട്ടയം കുഞ്ഞച്ചൽ മമ്മൂട്ടി ഉദ്ഘാടനത്തിന് കൊണ്ടുവരുന്നത് പോലെ തവളക്കുളം ഭാസി എന്ന് പറഞ്ഞ് കൊണ്ടുവരാൻ സാധിക്കില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ ദേശീയ നേതാക്കളിൽ ഈ വ്യാജ ഗാന്ധി കുടുംബത്തിലുള്ള ആളുകളെ അല്ലാതെ ഭാരതത്തിൽ ആർക്കും ഇപ്പോൾ ഒരു പരിചയവുമില്ല, മുഖപരിചയം പോലുമില്ല. ഉണ്ടായിരുന്നത് ഈ കമൽനാഥിനെ പോലുള്ളവരാണ്. ഈ കമൽനാഥൊന്നും അത്ര നിസ്സാരക്കാരല്ല കേട്ടോ. കാരണം രാഹുൽ ഗാന്ധിയുടെ ഇത്തരത്തിലൊരു വ്യാജ പ്രചരണത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ ആരും നിസ്സാരക്കാരല്ല. ആനന്ദ് ശർമ്മ മുൻ കേന്ദ്രമന്ത്രിയായിരുന്നു, മനീഷ് തിവാരി MP ആയിരുന്നു, കേന്ദ്രമന്ത്രിയായിരുന്നു. കമൽനാഥ് എന്ന വ്യക്തി ആരായിരുന്നു എന്നുള്ളത് ഒരുപക്ഷെ പുതുതലമുറയ്ക്ക് അറിയണമെന്നില്ല. ഒരു കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ കാലത്താണെങ്കിലും അതിനുശേഷം രാജീവ് ഗാന്ധിയുടെ കാലത്ത് കൂടുതൽ ശക്തനായി. അതും സിഖ് കൂട്ടക്കൊലയിൽ പോലും അതിൻ്റെ ഒരു ആസൂത്രകരുടെ തിരശീലയ്ക്ക് പിന്നിൽ നിന്ന് അത്തരത്തിലുള്ള സംഭവങ്ങൾ ആസൂത്രണം ചെയ്തവരുടെ കൂട്ടത്തിൽ കമൽനാഥ് പ്രഥമഗണനീയനായിരുന്നു എന്നുള്ളൊരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. തന്നെയുമല്ല, ഉറപ്പായും പറയാവുന്ന ഒരു കാര്യം, കമൽനാഥ്, ദിഗ്വിജയ് സിംഗ്, അശോക് ഗെഹ്ലോട്ട് ഇതൊരു വിഷം നിറഞ്ഞ ത്രികോണമാണെന്ന് പറയും. ഒരു പോയിസണസ് ട്രയാങ്കിൾ എന്ന് വിമർശകർ വിളിക്കുന്ന ഈ ഒരു 3 വ്യക്തികളായിരുന്നു ഹിന്ദുത്വ ഭീകരവാദം എന്നുള്ളൊരാശയം മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം മുന്നോട്ട് വെച്ച് ദിഗ്വിജയ് സിംഗിനെ ആ ത്രികോണത്തിൻ്റെ മുനയായി നിർത്തി മുന്നോട്ട് വെച്ച് രാഹുൽ ഗാന്ധിയെ പറഞ്ഞു പഠിപ്പിച്ച് അമേരിക്കയിൽ പോയി പോലും ലഷ്കർ എ തയ്യബയേക്കാൾ ഭീകരവാദികളാണ് ഹിന്ദുത്വവാദികൾ എന്നുള്ളൊരു പ്രസ്താവന നടത്തിച്ചത്. അപ്പോൾ അത്രയ്ക്ക് പ്രാമുഖ്യം കോൺഗ്രസ്സിലുള്ള ഏറ്റവും അടുത്ത കാലത്ത് ജ്യോതിരാദിത്യ സിന്ധ്യയെ പോലുള്ളവർ കോൺഗ്രസിനോട് പിണങ്ങി യുദ്ധപ്രഖ്യാപനം നടത്തിയപ്പോൾ അവർക്കെതിരെ നിന്ന് പോലും പൊരുതിയ വ്യക്തിയാണ് കമൽനാഥ് കോൺഗ്രസ്സിന് വേണ്ടി. അദ്ദേഹത്തിൻ്റെ ശരിതെറ്റുകളല്ല ഞാൻ പറയുന്നത്, അദ്ദേഹത്തിന് കോൺഗ്രസ്സിലുള്ള ഒരു പ്രാമുഖ്യം അല്ലെങ്കിൽ ഒരു പ്രസക്തിയെക്കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ പക്ഷേ അദ്ദേഹം എന്തോ കാരണം കൊണ്ട് രാഹുൽ ഗാന്ധിയുമായി അസ്വാരസ്യത്തിലായതുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു പ്രസ്താവനകൾ നടത്തുന്നത് എന്ന് പലരും വിമർശിക്കുന്നുണ്ട്, ആക്ഷേപിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയാണെങ്കിൽ ആനന്ദ് ശർമ്മയ്ക്കും മനീഷ് തിവാരിക്കും ശശി തരൂരിനും കമൽനാഥിനും ഇവരെ പോലുള്ള പ്രമുഖ കോൺഗ്രസ് നേതാക്കൾക്കെല്ലാം രാഹുൽ ഗാന്ധിയുടെ ഏതെങ്കിലും തരത്തിലുള്ള അസ്വാരസ്യമോ അല്ലെങ്കിൽ ഒരു നീരസമോ ഉള്ളത് കൊണ്ടാണ് അവർ നരേന്ദ്രമോദിയെ അനുകൂലിക്കുന്നത്, പുകഴ്ത്തുന്നത്. കൃത്യമായി പുകഴ്ത്തുക തന്നെയാണ്. കാരണം ഒരു പൊളിറ്റിക്കൽ മൈൻഡ് ഫീൽഡ് കൃത്യതയോടും കാര്യക്ഷമതയോടും കൂടി കടന്നു പോകുന്ന നയതന്ത്രത്തെ പക്വതയുള്ളതും കാര്യക്ഷമമായതുമാണ് എന്ന് പറയുമ്പോൾ അതിനു മേലെ ഒരു അഭിനന്ദനം ഒരു എതിർ പാർട്ടിക്ക് അല്ലെങ്കിൽ ഒരു എതിർ കക്ഷിക്ക്, ഒരു രാഷ്ട്രീയ കക്ഷിക്ക് അല്ലെങ്കിൽ അതിൻ്റെ നേതാവിന് നൽകുവാനില്ല. അത്തരത്തിലുള്ള പ്രശംസകൾ ഇവർ നടത്തുമ്പോൾ അത് രാഹുൽ ഗാന്ധിയോടുള്ള ഏതെങ്കിലും തരത്തിലുള്ള നീരസത്തിൻ്റെ പുറത്താണ് എന്ന് ആരോപിക്കുകയാണെങ്കിൽ ഇത്രയും അധികം മുതിർന്ന നേതാക്കൾക്ക് എന്തെങ്കിലും അലോസരമോ നീരസമോ ഉണ്ടാക്കിയ ഒരു നേതാവ് അദ്ദേഹത്തിൻ്റെ കാര്യക്ഷമതയെക്കുറിച്ചൊന്ന് പുനർചിന്തനം നടത്തേണ്ട സമയമായിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. പക്ഷേ അത്തരത്തിലുള്ള ഒരു പുനർചിന്തനം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുവാൻ പോകുന്നില്ല. അങ്ങനെ ഒരു പുനർവിചാരമോ ഏതെങ്കിലും തരത്തിലുള്ളൊരു റിട്രോസ്പെക്റ്റിൽ കാര്യങ്ങൾ വിശകലനം ചെയ്യുന്ന ഒരു രീതിയോ രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലെ മികവിൽ അല്ലെങ്കിൽ അതിൻ്റെ മെച്ചപ്പെടലിൽ നാം അത് കണ്ടേനെ. അത്തരത്തിലുള്ള യാതൊരു പ്രവർത്തന മികവും അല്ലെങ്കിൽ പ്രവർത്തന മികവിൻ്റെ വർധനവും ഒരു 20 തവണയ്ക്ക് മുകളിലായി റീലോഞ്ച് ചെയ്യപ്പെട്ട നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൽ കാണുവാൻ ഭാരതീയർക്ക് സാധ്യമല്ല. അതിൻ്റെ ഏറ്റവും കൗതുകകരമായിട്ടുള്ളൊരു വസ്തുത ഞാനീ പറഞ്ഞതാണ്. പ്രബുദ്ധ മലയാളി യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ കുറേയെങ്കിലും പ്രബുദ്ധരായി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് അദ്ദേഹത്തിൻ്റെ യോഗങ്ങളിൽ, തിരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ ആളൊഴിഞ്ഞ കസേരകളും. എന്നാൽ മാറ്റമില്ലാതെ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ തുടരുന്നത് വേദിയിൽ അദ്ദേഹത്തോടൊപ്പം ചിത്രമെടുക്കുവാനായി ഉന്തും തള്ളും ഉണ്ടാക്കി രാഹുൽ ഗാന്ധിക്ക് പിടിച്ച് തള്ളേണ്ട അവസ്ഥ വരെ, ഒരാളെ 2 ഒക്കെ പിടിച്ച് തള്ളി മാറ്റേണ്ട അവസ്ഥ വരെ ഉണ്ടാക്കിയെടുക്കുന്ന കോൺഗ്രസ് നേതാക്കളുടെ കാര്യം മാറ്റമില്ലാതെ ഇപ്പോഴും തുടരുന്നു. പക്ഷേ അതിനും മാറ്റമുണ്ടാകും. കാരണം ഈ കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ച് മുങ്ങുന്ന കപ്പലിൽ നിന്ന് രക്ഷപ്പെടുവാൻ അവരെപ്പോലെ പ്രാവീണ്യമുള്ളവർ മറ്റാരുമില്ല. ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം കോൺഗ്രസ് നേതാക്കൾക്ക് കൈവന്ന ഒരു കലയാണത്. പക്ഷേ കേരളത്തിൽ അത് കുറച്ചധികം തന്നെയുണ്ട്. കാരണം ഒന്നെങ്കിൽ അവർ പിന്മാറി നിശബ്ദരായി നിലകൊള്ളും. കോൺഗ്രസ്സിനൊരു നല്ല കാലം വരുമ്പോൾ ഞാൻ വീണ്ടും ഖദറെല്ലാം അലക്കി തേച്ച് പുറത്തിറങ്ങാം, അല്ലെങ്കിൽ അവർ ഒളിവിൽ പോയ രീതിയിൽ അപ്രത്യക്ഷരാകും, അല്ലെങ്കിൽ കൂറുമാറി എങ്ങോട്ടേക്കെങ്കിലും ചാടും. ഭാരതത്തിൽ ഉടനീളം ഇത്തരത്തിലുള്ളൊരു മറ്റ് പാർട്ടികളിലേക്ക് ചാടുന്ന, പ്രത്യേകിച്ച് BJPയിലേക്ക് രക്ഷാമാർഗം തേടി പോകുന്ന കോൺഗ്രസ്സുകാർ നിരവധിയുണ്ട്. കേരളത്തിൽ
BJP ഒരു രക്ഷാമാർഗമായി കണ്ടു തുടങ്ങിയിട്ടില്ല കോൺഗ്രസ് നേതാക്കൾ ഇതുവരെ. പക്ഷേ 2026 തിരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ മെയ് 4 പുറത്തു വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മെയ് 5 മുതൽ ഒരു പക്ഷേ അത്തരത്തിലൊരു സാഹചര്യം കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടേക്കാം എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ് ഈ രാഹുൽ ഗാന്ധിയോടുള്ള ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ കാട്ടുന്ന മനോഭാവം എന്നുകൂടിയാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായം ഇത് സംബന്ധിച്ച് എന്താണെന്ന് അറിയുവാൻ എനിക്ക് താല്പര്യമുണ്ട്. കമൻറ്റുകളിൽ അത് രേഖപ്പെടുത്തുക. എന്തായാലും വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.